റിയ ബ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നിസ്കാരക്കുപ്പായം മക്കന എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ മക്കനയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിസ്കാരക്കുപ്പായത്തിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം പാർട്ട് 1-ൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങുന്നത് അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്യാണ്. സൈഡ് ഭാഗം നമ്മൾ തുണി നടുമടക്കി വീണ്ടും അതിനെ ഒരു മടക്കൂടി മടക്കി ഇട്ടിട്ടുണ്ട്. മുകളിൽ 4 ഇഞ്ചും താഴെ 7 ഇഞ്ചും കിട്ടുന്ന രൂപത്തിൽ അതിനെ ക്രോസാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുക്കുക. അടുത്തത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടതാണ്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സൈഡ് പീസ് കട്ട് ചെയ്തതിൻ്റെ ആ പീസിനെ ബാലൻസ് വരുന്ന പീസിനെ നടുമടക്കി എടുക്കുന്നു. 24 ഇഞ്ച് നീളത്തിൽ അതിനെ നടുമടക്കി എടുത്തിട്ട് ആ പീസ് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്ത പീസിനെ നമ്മൾ തിരിച്ചിട്ട് അളവ് മാർക്ക് ചെയ്യണം. റിഗാളിൻ്റെ ഭാഗത്തേക്ക് 10 ഇഞ്ചാണ് വയ്ക്കുന്നത്. റിഗാളിന് ഈ മോഡൽ കട്ട് ചെയ്യുമ്പോൾ റിഗാളിന് ഷേപ്പ് കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് കട്ടിങ്ങാണ് വരിക. ഷേപ്പ് കട്ടിങ് കൊടുക്കുന്നതിൻ്റെ കാര്യം അവിടെ ഒരു പീസ് വരും, അതുകൊണ്ടാണ്. സെപ്പറേറ്റ് ഒരു പീസ് 4 ഇഞ്ചിൻ്റെ ഒരു പീസ് അവിടെ വരും, അതുകൊണ്ടാണ്. നമ്മൾ മുകളിൽ റിഗാളിൻ്റെ ഭാഗം 10 ഇഞ്ച് വെച്ചു, താഴെ കൈ ലൂസ് 12 ഇഞ്ച്, 12 ഇഞ്ചിൻ്റെ പകുതി 6 ഇഞ്ച് തയ്യെത്തുമ്പോൾ 6.5 ഇഞ്ച് വെച്ചു. എന്നിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ച് അതിനെ കട്ട് ചെയ്യുക. 10 ഇഞ്ചിൽ നിന്ന് 6.5ലേക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുക. ഇനി കട്ട് ചെയ്യാന്നുള്ളത് 4 ഇഞ്ച് സ്ക്വയറിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. പഴയ നാടൻ ഭാഷയിൽ ചിപ്പി കട്ട് ചെയ്യാന്ന് പറയും ഈ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന്. 4 ഇഞ്ച് സ്ക്വയറിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ആ പീസ് സ്ലീവുമ്മലും സൈഡ് പീസുമ്മലും കൂടി ജോയിൻ്റ് ചെയ്യാനുള്ളതാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഇതിൽ, അതൊരു അബദ്ധത്തിൽ ഡിലേറ്റ് ആയിപ്പോയി. ഇനി കട്ട് ചെയ്യുന്നത് കഴുത്തിന് അടിച്ചു മറിക്കാനുള്ളൊരു പീസാണ്. അത് 20 ഇഞ്ച് നീളത്തിൽ സ്ക്വയർ പീസാണ് കട്ട് ചെയ്യേണ്ടത്. ആ പീസ് കട്ട് ചെയ്തിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഷോൾഡറിൽ പിടിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 സ്ലീവിലേക്കും ആ പീസ് കവർ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ ഡബിൾ പീസ് കവറിങ് വരും. അപ്പോൾ അത് സ്ട്രോങ് കൂടും. മക്കനയ്ക്ക് ചെയ്തതുപോലെ തന്നെയാണ്. കഴുത്ത് അടിച്ചു മറിക്കലും ഈ പീസ് സ്ലീവിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇട്ട് കൊടുത്താൽ അവിടെ ഡബിൾ പീസായിട്ട് നിൽക്കും. പിന്നെ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ തുണി സ്വല്പം കുറവുള്ളത് കൊണ്ട് 20 ഇഞ്ച് ഒരു മൂലയിൽ കുറവുണ്ട്. അപ്പോൾ ആ മൂലയിൽ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അത് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് അവിടെ ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു.
അതൊരു അബദ്ധവശാൽ ഡിലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതാണ്. പിന്നെ ഫ്രണ്ടും ബാക്കും പീസ് കട്ട് ചെയ്യുന്നത് പാർട്ട് 1 ഉണ്ട്. എല്ലാവരും പാർട്ട് 1 കാണുക. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. താങ്ക് യു.